ഈ പരുന്തിന്റെ പുറത്ത് കയറി പറന്ന കുരുവി എന്ന ജോസ് കെ മാണിയുടെ പ്രയോഗം അത് ഒന്നൊന്നര പ്രയോഗമായി പോയി. ആ പറഞ്ഞത് ഇപ്പൊ ജോസിനിട്ട് തന്നെ തിരിഞ്ഞു കുത്തുകയാണെന്നാണ് പാലായിലെ ചില പരദൂഷകരുടെ സംസാരം. കാരണം ജോസിന്റെ പുറത്ത് കയറി പറന്ന് മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും ഒരുമിച്ച് പിടിക്കാമെന്നാണ് ഇപ്പോൾ പുളിക്കണ്ടം ബ്രദേഴ്സിന്റെ മനസ്സിലിരിപ്പ്. പുളിക്കണ്ടത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പുകളില്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്ങനെയുമെല്ലാം വെട്ടിപ്പിടിക്കണം, അതിന് ഏത് കുതന്ത്രവും മെനയും, ആരുടെ ഉച്ഛിഷ്ടം വേണമെങ്കിലും ഭക്ഷിക്കും. എന്തായാലും വേണ്ടില്ല, അധികാരം കിട്ടണമെന്ന ചിന്ത മാത്രമേ ആ പാവത്തിന് താല്പര്യമുള്ളൂ. അതിന് ഏതറ്റം വരെ പോകാനും അയാൾ തയ്യാറാണ്. പാലായിലെ കക്ഷിനില പരിശോധിച്ചാൽ UDF-ന് 10ഉം LDF-ന് 12ഉമാണ്. UDF-ന് 10ഉം LDF-ന് 12. കോൺഗ്രസിനെ തോൽപ്പിച്ച് വിജയിച്ചു വന്ന സർവസ്വതന്ത്ര മായ രാഹുൽ ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ പുളിക്കണ്ടൻ ട്രസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന എളുപ്പവഴി സ്നേഹം പറഞ്ഞ് ലോഹ്യം കൂടി ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയും പിന്നീട് പറ്റിച്ചേ എന്ന് പറഞ്ഞ് UDF-ന്റെ ഭാഗമായി വരികയും ചെയ്യാമെന്ന ഉഡായിപ്പ് ബുദ്ധി. അതിനാ പറയുന്നത് ഉഡായിപ്പ് ബുദ്ധി എന്ന്. ഇതിനുവേണ്ടി കരുക്കൾ നീക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. ജോസിന്റെ പാളയത്തിലുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും ഇതിനായി ഇയാൾ കൂട്ടുപിടിച്ചിട്ടുമുണ്ട്. അവിടെ കൊണ്ടൊന്നും ജോസ് ഈ വലയിൽ വീഴില്ലെന്ന് കണ്ടപ്പോൾ കളം ഒന്ന് മാറ്റി ചവിട്ടി. ഇടതുമുന്നണി നേതൃത്വവുമായി സംസാരിച്ച് അതിനുള്ള കളമൊരുക്കുകയാണ് ഇപ്പോൾ. അതായത് മന്ത്രി വാസവൻ. ആ വാസവനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. വാസവൻ ഇതിന് കുട പിടിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വന്നാൽ ജോസ് പറഞ്ഞ പഴഞ്ചൊല്ല് പതിരില്ലാതെ ജോസിനെ തന്നെ തിരിഞ്ഞുകൂത്തും, അല്ലേ? അങ്ങനെയാണ്. ജോസിന്റെ മുതുകിൽ കയറിയിരുന്ന നഗരസഭാ ഭരണം പിടിക്കുകയും അത് കഴിഞ്ഞ് ജോസുമായി ഉടക്കി UDF-നോട് ചേർന്ന് നിന്ന് 5 കൊല്ലം ഭരിക്കുകയും ചെയ്യാമെന്നാണ് പുളിക്കണ്ടത്തിന്റെ ഉഡായിപ്പ് പദ്ധതി. ജോസ് പാവമായതുകൊണ്ട് ഊഞ്ഞാല എന്നും പാട്ടും പാടി ഇരുന്നു കൊള്ളും, അങ്ങനെ ഇരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പുളിക്കണ്ടത്തിന്റെ ഉഡായിപ്പ് ബുദ്ധി അംഗീകരിച്ച് തന്നെ കൊടുക്കണം. വേറെ ആർക്കും ആ ബുദ്ധി തോന്നിയല്ല. കണക്കൂട്ടലുകളെല്ലാം നല്ലതാണെന്നും എന്നാൽ തീരുമാനം എടുക്കേണ്ടത് താനാണെന്നുമുള്ള സന്ദേശമാണ് ജോസിന്റെ മൗനത്തിലൂടെ, ജോസ് ഇപ്പൊ മൗനവ്രതമാവും, ആ മൗനത്തിലൂടെ പുളിക്കണ്ടൻ ട്രസ്റ്റിന് നൽകുന്ന സന്ദേശം. സർവസ്വതന്ത്ര മായ രാഹുലിനും ആഗ്രഹങ്ങൾ ഇല്ലാതില്ല. പക്ഷെ ഒരു രീതിയിലും മായ ലോകത്തേക്ക് അവരെ UDF അടുപ്പിക്കുന്നേ ഇല്ലെന്നുള്ളതാണ് മായ നേരിടുന്ന ഭീഷണി. ഇടതിനെയും വലതിനെയും പരസ്പരം കബളിപ്പിച്ച് 5 വർഷവും ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും കൂടി പാലാ നഗരസഭ ഭരിക്കാമെന്നാണ് പുളിക്കണ്ടൻ ട്രസ്റ്റ് ജനത്തിന് നൽകുന്ന സന്ദേശം. ആ പൂതി നടക്കുമോ ഇല്ലയോ എന്ന്, അതായത് പുളിക്കണ്ടം വളിക്കണ്ടമാകുമോ അതോ പുളിക്കണ്ടമായി തന്നെ നിൽക്കുമോ എന്ന് 26-ന് അറിയാം. അതുവരെ കാത്തിരിക്കാം.